ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ നമ്മുടെ ഒരു റിവിഷൻ ആണ്. നമ്മൾ ഇന്ന് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ആദ്യം തന്നെ നോക്കി പോവുകയാണ്. ഒരൊറ്റ വീഡിയോ കൊണ്ട് നമ്മൾ ഇന്ത്യൻ ഭരണഘടന മുഴുവനായി തീർക്കുന്നില്ല. രണ്ടോ മൂന്നോ വീഡിയോ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭരണഘടന തീർത്തു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ വിട്ടുപോയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു വെച്ച് പഠിക്കുക. അപ്പോൾ ഇതിൽ ഉൾപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ PDF ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്കത് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏതാണ്? അത് ഇന്ത്യൻ ഭരണഘടനയാണ്. ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടനയാണ്. അപ്പൊ ഇന്ത്യയുടെ ഭരണഘടന ലിഖിത ഭരണഘടനയാണ് എന്ന് കൂടി നോക്കുക. എന്താണ് ലിഖിത ഭരണഘടന? എഴുതപ്പെട്ട ഭരണഘടന എന്നാണ് ലിഖിത ഭരണഘടന. ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യയുടേതാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യയുടെ ഭരണത്തിനായി ബ്രിട്ടീഷ് പാർലമെന്റ് നടത്തിയ ഏറ്റവും വലിയ നിയമനിർമ്മാണം ഏതാണ്? ഇന്ത്യയുടെ ഭരണത്തിനു വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് നടത്തിയ ഏറ്റവും വലിയ നിയമനിർമ്മാണം അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതുപോലെ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇനി ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഓർത്തു വെക്കുക, പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഇതിൽ പെത്വിക് ലോറൻസ് ആണ് അതിന്റെ അധ്യക്ഷൻ. ക്യാബിനറ്റ് മിഷനിലെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്നത് പെത്വിക് ലോറൻസ് ആണ്. അംഗങ്ങളായിട്ട് പിന്നെ വരുന്നത് സ്റ്റാഫോർഡ് ക്രിപ്സും AV അലക്സാണ്ടറുമാണ്. ആകെ 3 പേർ, ചെയർമാൻ അടക്കം 3 പേരാണ് ക്യാബിനറ്റ് മിഷനിൽ ഉള്ളത്. ഓർത്തു വെക്കുക, പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഈ 3 പേരും അല്ലാത്ത ആരാണെന്ന് ചിലപ്പോൾ ചോദിക്കും. അതായിരിക്കും ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടാകുന്നത്. ഇനി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് എപ്പോഴാണ്? 1946 മാർച്ച് 24 തീയതിയാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത്. 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തി. ഇനി ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എപ്പോഴാണ്? 1946 മെയ് 16 ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 1946 മെയ് 16. അതുപോലെ ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? അത് MN റോയ് ആണ്. ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് MN റോയ്. അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന ലേഖനത്തിലാണ് അദ്ദേഹം ഇത് എഴുതിയത്. ഇന്ത്യൻ പാട്രിയോട്ട് എന്ന ഒരു പത്രത്തിലാണ് അദ്ദേഹം ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. 1927 1927. എന്നാൽ ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഏതാണ്? അത് സ്വരാജ് പാർട്ടിയാണ്. 1923 നിലവിൽ വന്ന സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടി. മോത്തിലാൽ നെഹ്റുവും CR ദാസുമാണ് ഈ ഒരു പാർട്ടിയുടെ പിന്നാമ്പുറത്തുള്ള 2 പ്രമുഖ നേതാക്കൾ. മോത്തിലാൽ നെഹ്റു, CR ദാസു. 1923 സ്വരാജ് പാർട്ടി രൂപം കൊണ്ടത്. ഇനി ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണമെന്ന ആവശ്യം ഔദ്യോഗികമായി ഉന്നയിച്ച കോൺഗ്രസ് സമ്മേളനം അത് ഫൈസാപൂർ സമ്മേളനമാണ്. ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണമെന്ന ആവശ്യം ഔദ്യോഗികമായി ഉന്നയിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ഫൈസാപൂർ സമ്മേളനം. ഒരു ഗ്രാമത്തിൽ നടന്ന ഒരു സമ്മേളനം, കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാലും ഉത്തരം ഫൈസാപൂരാണ്. ഇതിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. ഫൈസാപൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർത്തു വെക്കുക. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനത്തിൽ എത്ര പേർ പങ്കെടുത്തു? 207 പേരാണ് ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ആകെ 389 അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത്. അതിൽ 207 അംഗങ്ങൾ എന്താണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആദ്യ സമ്മേളനത്തിൽ 9 വനിതകൾ പങ്കെടുത്തു. ആകെ 17 വനിതകൾ. അതിൽ 9 വനിതകൾ എന്താണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് കൂടി മനസ്സിലാക്കുക. അതായത് 389 അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെയുള്ളത്. അതിൽ ആദ്യത്തെ സമ്മേളനത്തിൽ 207 പേർ പങ്കെടുത്തു. അതിൽ 9 പേർ എന്താണ് വനിതകളാണ്. ആകെ 17 വനിതകളിൽ 9 പേർ പങ്കെടുത്തു എന്ന് മനസ്സിലാക്കുക. ഇനിതാ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങൾ നമ്മൾ പറഞ്ഞു 389. പാകിസ്ഥാന്റെ രൂപീകരണ ശേഷം അവിടെ 299 അത് ചുരുങ്ങി. 299 അത് ചുരുങ്ങി. സമിതിയിലെ ആകെ മലയാളികൾ 17 ആണ്. ആകെ വനിതകളും 17. ആകെ സമിതിയിലെ അംഗങ്ങളായിരുന്ന മലയാളികൾ 17 അംഗങ്ങളാണ്. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ മലയാളി അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ 17 പേർ, വനിതകൾ 17. ഈ മലയാളി വനിതകൾ ചോദിച്ചാൽ 3 പേരാണ്. അതായത് 17 മലയാളികൾ 3 പേർ വനിതകളാണ് എന്ന് കൂടി ഓർക്കുക. 14 പേരാണ് മറ്റു പുരുഷന്മാർ, 3 പേർ വനിതകളാണ്. ആ വനിതകൾ എന്ന് പറയുന്നത് ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രിൻ എന്നിവരാണ്. ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രിൻ, അമ്മു സ്വാമിനാഥൻ. ഇനി ഈ ആകെ 389 പറഞ്ഞു. അതിൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എന്ന് പറയുന്നത് 292 പേരാണ്. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 292. നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 93. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93. ചീഫ് കമ്മീഷണറുടെ അധീനതയിലുള്ള പ്രവിശ്യയിൽ നിന്നുള്ള പ്രതിനിധികൾ 4.
ചീഫ് കമ്മീഷണർ പ്രവിശ്യയിൽ 4. ഇങ്ങനെയാണ് ആകെ 389 അംഗങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് തയ്യാറാക്കിയ അവസാനത്തെ നിയമം ഏതാണ്? ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് തയ്യാറാക്കിയ അവസാന നിയമം അത് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ്. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് തയ്യാറാക്കിയ അവസാനത്തെ നിയമം എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? 1947 ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ചയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 1947 ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ചയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായതെന്ന് 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 9 11 മണിക്കാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം 1946 ഡിസംബർ 9 6 രൂപം കൊണ്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമ്മേളനം നടക്കുന്നത് 9-ാം തീയതി 1946 ഡിസംബർ 9 11 മണിക്കാണ്. ആദ്യത്തെ സമ്മേളന വേദി ചോദിച്ചാൽ ഇന്ത്യൻ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളാണ് സമ്മേളന വേദി എന്ന് ഓർക്കുക. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാണ് 9-ാം തീയതി താൽക്കാലിക അധ്യക്ഷനെ തെരഞ്ഞെടുത്തു. ആരാണ്? അത് സച്ചിദാനന്ദ സിൻഹ. അതായത് 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യ സമ്മേളനം ആരംഭിച്ചത്. ആ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായി ഏറ്റവും പ്രായം കൂടിയ ഏറ്റവും മുതിർന്ന അംഗമായ സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പിന്നീട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ആരെ തെരഞ്ഞെടുത്തു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു. എപ്പോ? 1946 ഡിസംബർ 11. 1946 ഡിസംബർ 11 സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, മറന്നുപോയത് താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ, സ്ഥിരം അധ്യക്ഷൻ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയെ ആദ്യമായി അഭിസംബോധന ചെയ്തതാരാണ്? അത് ആചാര്യ JB കൃപലാനിയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി ആചാര്യ JB കൃപലാനി. ഭരണഘടനയുടെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചപ്പോഴാണ് 1946 ഡിസംബർ 13. 1946 ഡിസംബർ 13 ഓർക്കുക. ഈ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. പിൽക്കാലത്ത് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ഈ ഒരു ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയും. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അതാണ് പിൽക്കാലത്ത് പിന്നീട് ഇന്ത്യയുടെ ആമുഖമായി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് 1946 ഡിസംബർ 13. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതി ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതെന്നാണ്? 1947 ജനുവരി 22. 1947 ജനുവരി 22. അതായത് 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. എന്നാൽ ഇത് അംഗീകരിക്കുന്നത് 1947 ജനുവരി 22 ജനുവരി 22. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ യോഗം അവസാനിച്ചത് 1946 ഡിസംബർ 23. അതായത് 9 തുടങ്ങി 23 വരെ ഈ ഒരു ആദ്യത്തെ സമ്മേളനം നീണ്ടുനിന്നു. ഡിസംബർ മാസം 1946 ഡിസംബർ 9 മുതൽ ഡിസംബർ 23 വരെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യമായി സമ്മേളിച്ചതെന്ന് ഓർക്കുക. ആദ്യ യോഗം അവസാനിച്ചത് 1946 ഡിസംബർ 23. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉപാധ്യക്ഷനാരായിരുന്നു? അത് HC മുഖർജിയാണ്. HC മുഖർജി, ഹീരേന്ദ്രകുമാർ മുഖർജി എന്നാണ്. ഹീരേന്ദ്രകുമാർ മുഖർജി എന്നാണ് മുഴുവൻ പേര്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉപാധ്യക്ഷനായിരുന്നു HC മുഖർജി. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമോപദേശം ചോദിച്ചാൽ BN റാവു ആണ്. BN റാവു. ഓക്കെ, നിയമോപദേശകൻ BN റാവു. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ പ്രായം കൂടി അംഗം ചോദിച്ചാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. സച്ചിദാനന്ദ സിൻഹ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് കീഴിൽ രൂപീകൃതമായ കമ്മിറ്റികളുടെ എണ്ണം 13 കമ്മിറ്റികളാണ് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് കീഴിൽ രൂപീകൃതമായിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ 3 മലയാളികളെ കുറിച്ച്. അതിൽ ഒരാളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യത്തെ ദളിത് വനിത ആരാണ്? അത് ദാക്ഷായണി വേലായുധനാണ്. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യത്തെ ദളിത് വനിത ദാക്ഷായണി വേലായുധൻ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി വനിത അമ്മു സ്വാമിനാഥൻ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി വനിത അമ്മു സ്വാമിനാഥൻ. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത ആനി മസ്ക്രീൻ. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത ആനി മസ്ക്രീൻ. ഓർത്തു വെക്കുക. ദാക്ഷായണി വേലായുധനെയും അമ്മു സ്വാമിനാഥനെയും ആനി മസ്ക്രീനെയും ഇവിടെ പഠിച്ചു തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായതെന്നാണ്? 1947 ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15 ഭരണഘടനാ നിർമ്മാണ സമിതി എന്താണ്? സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പാട് എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറി. ഇനി ആരാണ് ഭരണഘടനയുടെ തലവൻ എന്ന് പറയുന്നത്? അത് രാഷ്ട്രപതിയാണ്. ഭരണഘടനയുടെ തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്.
എന്നാൽ ഭരണഘടനയുടെ സംരക്ഷകൻ ആരാണ്? അത് സുപ്രീം കോടതി. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് എന്ന് ഓർക്കുക. ഇനി ഇന്ത്യൻ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ സ്പീക്കർ ആരാണ്? അത് GV മാവുലങ്കർ ആണ്. ഇന്ത്യൻ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ സ്പീക്കർ എന്ന് പറയുന്നത് GV മാവുലങ്കർ. ഓക്കെ, അത് ഓർത്ത് വെക്കുക. തലവൻ രാഷ്ട്രപതി, സംരക്ഷകൻ സുപ്രീം കോടതി, ആദ്യത്തെ സ്പീക്കർ GV മാവുലങ്കർ. ഇനി ഭരണഘടനയുടെ പ്രധാന കമ്മിറ്റിയാണ് കരട് കമ്മിറ്റി അഥവാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. എന്താണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി? കരട് കമ്മിറ്റി അഥവാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നതും ഡോക്ടർ BR അംബേദ്കർ ആണ്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ചെയർമാൻ BR അംബേദ്കർ, മറ്റൊന്ന് KM മുൻഷി, മറ്റൊന്ന് മുഹമ്മദ് സാദുള്ള, പിന്നെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കർ, DP ഗെയ്ത്താൻ, BL മിത്തൽ എന്നിങ്ങനെയാണ്. പിന്നീട് DP ഗെയ്ത്താന് പകരം TT കൃഷ്ണമാചാരിയും BL മിത്തലിന് പകരം N മാധവ് റാവു എന്താണ് ഈ ഒരു കമ്മിറ്റിയിലേക്ക് അംഗമാകുന്നത്. അങ്ങനെ 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. 7 അംഗങ്ങൾ. ഓക്കെ, 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എപ്പോഴാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1947 ഓഗസ്റ്റ് 29-നാണ്. 1947 ഓഗസ്റ്റ് 29-നാണ് നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത്. എന്താണ് ഭരണഘടന എഴുതി തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അഥവാ കരട് കമ്മിറ്റി നിലവിൽ വന്നത് എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 29-ന്. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കരട് രൂപം അതായത് ഡ്രാഫ്റ്റ് ഭരണഘടനാ നിയമ നിർമ്മാണ സഭയുടെ മുന്നിൽ സമർപ്പിച്ചത് 1947 നവംബർ 4-നാണ്. 1947 നവംബർ 4-ന് കരട് രൂപം എന്ത് ചെയ്തു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുന്നിൽ സമർപ്പിച്ചു. ഇനി ഈ ഒരു കരട് രൂപം ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതെന്നാണ് 1949 നവംബർ 26. 1949 നവംബർ 26-ന് എന്ത് ചെയ്തു? ഈ ഒരു നമ്മുടെ ഭരണഘടന എന്ത് ചെയ്തു? ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഏക തീയതി ചോദിച്ചാൽ അത് 1949 നവംബർ 26 നവംബർ 26-ആണ്. 1946 നവംബർ 49 നവംബർ 26-ആണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഏക തീയതി എന്ന് പറയുന്നത്. 1949 നവംബർ 26. ഇന്ത്യയുടെ നിയമസാക്ഷരതാ ദിനം നവംബർ 26-ആണ്. ഭരണഘടനാ ദിനം എന്നൊക്കെ അറിയപ്പെടുന്നത് നവംബർ 26-ആണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ കീഴിൽ നിരവധി കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പോലെ. അങ്ങനെയുള്ള മറ്റൊരു കമ്മിറ്റിയാണ് ഹൗസ് കമ്മിറ്റി. ആ ഹൗസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? അത് പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ കീഴിൽ 13 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ആ 13 കമ്മിറ്റികൾ, ഒന്ന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമ്മൾ പറഞ്ഞു, ഡോക്ടർ BR അംബേദ്കർ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ. എന്നാൽ ഹൗസ് കമ്മിറ്റി അവരുടെ അധ്യക്ഷനാണ് പട്ടാഭി സീതാരാമയ്യ. അതുപോലെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. സ്റ്റേറ്റ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ആരാണ്? രാജേന്ദ്ര പ്രസാദ്. സ്റ്റിയറിംഗ് വളയം പിടിക്കുന്നത്, ഒരു ബസിന്റെ വളയം പിടിക്കുന്ന ആളാണ് മെയിൻ ആയിട്ടുള്ള ഒരാൾ. അയാൾ ആരാണ്? അത് ഡ്രൈവറാണ്. അപ്പൊ ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരാളാണ്? രാഷ്ട്രപതിയാണ്. അപ്പൊ രാഷ്ട്രപതി ആയിരുന്ന ആളാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണെന്ന് ഓർക്കുക. പിന്നെ സ്റ്റേറ്റിന്റെ ചുമതല നോക്കുന്നത് മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അതങ്ങ് ഓർത്ത് അങ്ങനെ ഒരു കോഡ് വെച്ച് പഠിക്കുക. സ്റ്റേറ്റ് കമ്മിറ്റി ജവഹർലാൽ, സ്റ്റിയറിംഗ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്. മൗലികാവകാശ ഉപദേശ കമ്മിറ്റിയുടെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുകൊണ്ട് മൗലികാവകാശ ഉപദേശ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുപോലെ തന്നെ മൈനോറിറ്റി കമ്മിറ്റിയുടെ അധ്യക്ഷനും സർദാർ വല്ലഭായ് പട്ടേലാണ്. മൈനോറിറ്റി കമ്മിറ്റിയുടെ അധ്യക്ഷനും സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷിയാണ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ KM മുൻഷിയാണ് എന്ന് കൂടി പഠിക്കുക. ഇനി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിക്കുന്നത്. 1929 ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചപ്പോഴാണ് 1947 ജൂലൈ 22-ന്. 1947 ജൂലൈ 22-ാം തീയതി ഇന്ത്യയുടെ നിർമ്മാണ സഭ എന്ത് ചെയ്തു? ദേശീയ പതാകയെ അംഗീകരിച്ചു. 47 ജൂലൈ 22-ന്. ഇനി പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? അത് 1929 തന്നെ ലാഹോർ സമ്മേളനമാണ്. 1929 ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കുന്നത്. എന്താണ് പൂർണ്ണ സ്വരാജ് പ്രമേയം? 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർക്കുക. ഇനി പൂർണ്ണ സ്വരാജ് ദിനം എപ്പോഴാണ്? 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് ദിനമായി ആചരിക്കുന്നത്. ഇതിന്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത്. 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് ദിനം.
ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിക്കുന്നതും 1950 ജനുവരി 24-നാണ്. 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്ര അംഗീകരിച്ചത് 1950 ജനുവരി 26. 1950 ജനുവരി 26. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം ആരംഭിച്ചത് 1950 ജനുവരി 24. അവസാന സമ്മേളനം നടന്നതും 1950 ജനുവരി 24-നാണെന്ന് ഓർക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം ആരംഭിച്ചത് 1950 ജനുവരി 24. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26-ന്. ഓക്കെ. ഇനി ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നപ്പോഴാണ്? അതും 1950 ജനുവരി 26-ന്. 1950 ജനുവരി 26-ന് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ നക്കൽ രേഖ തയ്യാറാക്കിയതാണ് ഡ്രാഫ്റ്റിംഗ്? അത് BN റാവു. ഇന്ത്യൻ ഭരണഘടനയുടെ നക്കൽ രേഖ തയ്യാറാക്കിയത് BN റാവു ആണ് എന്ന് ഓർക്കുക. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയ വ്യക്തി ആരാണ്? അത് പ്രേം ബിഹാരി നാരായൺ റെയ്സാദയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയ വ്യക്തി പ്രേം ബിഹാരി നാരായൺ റെയ്സാദ. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത് നന്ദലാൽ ബോസ് ആണ്. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസ്. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസിന്റെ ചിത്രങ്ങൾ ചോദിച്ചാൽ വുമൺ കമ്മിറ്റഡ് സതി, ശിവപാർവതി, ഗാന്ധാരി ഇൻ ബാൽക്കണി, ഉമയുടെ തപസ്യ എന്നിങ്ങനെയാണ്. ഓക്കെ, ഓർത്ത് വെച്ച് പഠിക്കാം. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ സമ്മേളനങ്ങൾ 11 സമ്മേളനങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കായി നടന്നിട്ടുള്ളത്. ആകെ 11 സമ്മേളനങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. ചിന്തിക്കുക. ഇങ്ങനെ ആകെ 165 ദിവസങ്ങളിലാണ് സഭ സമ്മേളിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ച ആകെ ദിനങ്ങൾ 165 ദിനങ്ങൾ. 11 സമ്മേളനങ്ങളിലായി 165 ദിവസങ്ങളാണ് ആകെ സഭ സമ്മേളിച്ചതെന്ന് ഓർക്കുക. ഇനി ഭരണഘടനയ്ക്ക് രൂപം നൽകാനെടുത്ത കാലയളവ് ചോദിച്ചാൽ 2 വർഷം 11 മാസം 17 ദിവസം. 2 വർഷം 11 മാസം 17 ദിവസം. ഇനി ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ ആണ്. ഭരണഘടനയുടെ ശില്പി BR അംബേദ്കർ. എന്നാൽ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം കടം കൊണ്ടത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അപ്പൊ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ആമുഖം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം കടം കൊണ്ടത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് എന്ന് ഓർക്കുക. ഇനി നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞാണ് ഭരണഘടന ആരംഭിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഓർക്കുക. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് 1976-ലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത് 1976-ല് 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത്. ആകെ ഒരു തവണ മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തതെന്ന് ഓർക്കുക. ഒരു തവണ. ഓക്കെ. അതുപോലെ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ എന്താണ്? രാഷ്ട്രത്തിന്റെ ഐക്യം, സ്ഥിതി സമത്വം, മതേതരത്വം എന്നിവയാണ്. രാഷ്ട്രത്തിന്റെ ഐക്യം, സ്ഥിതി സമത്വം, മതേതരത്വം എന്നിവയാണ് 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത വാക്കുകൾ. ഇനി ആമുഖത്തിലെ ഭേദഗതി പ്രാബല്യത്തിൽ വന്നത് 1977 ജനുവരി 3-നാണ്. 1977 ജനുവരി 3-നാണ് ആമുഖത്തിലെ ഭേദഗതി വരുത്തിയത് പ്രാബല്യത്തിൽ വരുന്നത്. 42-ാം ഭേദഗതി നിർദ്ദേശിച്ചതാരാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 42-ാം ഭേദഗതി നിലവിൽ വരുന്നത്. 42-ാം ഭേദഗതി സ്വരൺ സിംഗ് കമ്മിറ്റി എന്ന് ഓർക്കുക. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ബെറുവാരി യൂണിയൻ കേസ്. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ബെറുവാരി യൂണിയൻ കേസാണ് എന്ന് ഓർക്കുക. ബെറുവാരി യൂണിയൻ കേസ്. എന്നാൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന വിധിക്ക് കാരണമായ കേസ് അത് കേശവാനന്ദ ഭാരതി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യയാണ്. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന വിധിക്ക് കാരണമായ കേസ് കേശവാനന്ദ ഭാരതി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇനി ആമുഖം ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. നമുക്ക് ആമുഖത്തിന്റെ വിശേഷണങ്ങളാണ്. ആമുഖം ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ആത്മാവും താക്കോലും. ഓക്കെ. ഇനി ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷി. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം KM മുൻഷി. ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്. ആത്മാവും താക്കോലും ജവഹർലാൽ നെഹ്റു, ഹൃദയവും ആത്മാവും താക്കൂർദാസ് ഭാർഗവ്. ഹൃദയവും ആത്മാവും താക്കൂർദാസ് ഭാർഗവ്. ഇനി ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ്, ഐഡന്റിറ്റി കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയാണ്. NA പൽക്കിവാല. ഇനി അതുപോലെ തന്നെ ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? അത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ഏണസ്റ്റ് ബാർക്കർ ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്നാണ് വിശേഷിപ്പിച്ചത്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം ചോദിച്ചാൽ
ക്വാസി ഫെഡറൽ ആണ്. അതായത് ക്വാസി ഫെഡറൽ സ്വഭാവമാണ്. അതായത് നമ്മുടെ ഒരു കേന്ദ്ര ഭരണവും അതിന് കീഴിലുള്ള സംസ്ഥാനങ്ങൾക്ക് പൊതുവായ ഭരണമുണ്ട്. അതായത് ക്വാസി ഫെഡറൽ സ്വഭാവമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഏതു തരം പൗരത്വമാണ്? ഏക പൗരത്വം, സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഏക പൗരത്വമാണ്, സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഇന്ത്യയിൽ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയത് 1955-ലാണ്. ഇന്ത്യയിൽ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയത് 1955-ലാണ്. ഇന്ത്യ ഏക പൗരത്വം കടമെടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയെ അടിസ്ഥാനമാക്കിയാണ്. ഇന്ത്യയിൽ ഏക പൗരത്വം കടമെടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയെ അടിസ്ഥാനമാക്കി. ഇനി പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? അത് ഇന്ത്യൻ പാർലമെന്റിനാണ്. ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുമ്പോൾ പിന്നെ ലോക്സഭ, രാജ്യസഭ, രാഷ്ട്രപതി എന്നിവർ ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. ഈ ഇന്ത്യൻ പാർലമെന്റിനാണ് പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാനുള്ള അധികാരമുള്ളത്. ഇനി ഒരു വ്യക്തിയുടെ പൗരത്വം റദ്ദു ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് അത് കേന്ദ്ര സർക്കാരിലാണ്, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയാം. ഒരു വ്യക്തിയുടെ പൗരത്വം റദ്ദു ചെയ്യാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിലാണ് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിലാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത്, പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമനിർമ്മാണത്തിന് പാർലമെന്റിനെ അധികാരപ്പെടുത്തുന്ന ഭരണഘടന ആർട്ടിക്കിൾ 11 ആണ്. പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമനിർമ്മാണത്തിന് പാർലമെന്റിനെ അധികാരപ്പെടുത്തുന്ന ഭരണഘടന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 11. അടുത്തത്, 1955-ലെ ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം ഇന്ത്യൻ പൗരനാകാനുള്ള 5 വ്യവസ്ഥകളാണ്. 55-ലെ ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം: 1, ജന്മസിദ്ധമായ പൗരത്വം ഉണ്ടാവണം, അല്ലെങ്കിൽ പിന്തുടർച്ച വഴി, അതും അല്ലെങ്കിൽ രജിസ്ട്രേഷൻ വഴി. ജന്മസിദ്ധം, പിന്തുടർച്ച, രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ ചിരകാല അധിവാസം മുഖേന പ്രദേശ സംയോജനം വഴി. ചിരകാല അധിവാസവും പ്രദേശ സംയോജനം എന്നിങ്ങനെയാണ് 5 കാരണങ്ങളിലൂടെ പൗരത്വം ലഭിക്കാവുന്നത്. ഇനി പൗരത്വം നഷ്ടപ്പെടാവുന്ന 3 കാരണങ്ങൾ: 1, പരിത്യാഗം, പൗരത്വം നിർത്തലാക്കൽ, പൗരത്വാപഹാരം. പരിത്യാഗവും പൗരത്വം നിർത്തലാക്കലും പൗരത്വാപഹാരവുമാണ് നഷ്ടപ്പെടുന്ന 3 കാരണങ്ങൾ. ഇനി ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗമാണ് രജിസ്ട്രേഷൻ. അതായത് ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗമാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു വിദേശിക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ ഇന്ത്യയിൽ തുടർച്ചയായി താമസിക്കേണ്ട കാലയളവ് 5 വർഷമാണ്. ഒരു വിദേശിക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ ഇന്ത്യയിൽ തുടർച്ചയായി താമസിക്കേണ്ട കാലയളവ് 5 വർഷമാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത്, പാർലമെന്റിൽ പുതിയ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട ബില്ല് പാസാക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം അത് കേവല ഭൂരിപക്ഷമാണ്. പാർലമെന്റിൽ പുതിയ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട ബില്ല് പാസാക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം അത് കേവല ഭൂരിപക്ഷം. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ അതിർത്തി, പേര് ഇവ പുനർനിർണയിക്കാനുള്ള അധികാരം ആർക്കാണ്? അത് പാർലമെന്റിനാണ്. അതായത് പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെങ്കിലോ നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ അതിർത്തി മാറ്റം വരുത്താനോ പേര് മാറ്റം വരുത്താനോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുനർനിർണയിക്കാനുള്ള അധികാരം പാർലമെന്റിനാണ്. ആർട്ടിക്കിൾ 3 പ്രകാരം, ആർട്ടിക്കിൾ 3 ആണ് അത് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 3 പ്രകാരം പാർലമെന്റിനാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത്, രാജ്യത്തിന്റെ പേര് വെളിപ്പെടുത്തുന്ന ആർട്ടിക്കിൾ ഏതാണ്? രാജ്യത്തിന്റെ പേര് വെളിപ്പെടുത്തുന്ന ആർട്ടിക്കിൾ അത് ആർട്ടിക്കിൾ 1 ആണ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ആർട്ടിക്കിൾ 1 പ്രകാരം പറയുന്നത്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, അതായത് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ അല്ലെങ്കിൽ ഒരു കൂട്ടം എന്ന് പറയും, അങ്ങനെയാണ് പറയുന്നത് ആർട്ടിക്കിൾ 1 പ്രകാരം. അടുത്ത്, ഇന്ത്യയുടെ പ്രദേശ കൈമാറ്റത്തിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 4 ആണ്. ഇന്ത്യയുടെ പ്രദേശ കൈമാറ്റത്തിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 4. ഇനി ഇന്ത്യൻ പ്രദേശങ്ങൾ വിദേശ രാജ്യത്തിന് കൈമാറ്റം ചെയ്യാൻ ഭരണഘടനാ ഭേദഗതി ആവശ്യമാണെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് അത് ബെറുബാരി യൂണിയൻ കേസാണ്. അതായത് ഇന്ത്യയിലെ പ്രദേശങ്ങൾ വിദേശ രാജ്യത്തിന് കൈമാറ്റം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ചെയ്യാൻ ഭരണഘടനാ ഭേദഗതി ആവശ്യമാണെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ബെറുബാരി യൂണിയൻ കേസാണ്. ബെറുബാരി യൂണിയൻ കേസാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇന്ത്യ ബംഗ്ലാദേശ് പ്രദേശ കൈമാറ്റം നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 100ാം ഭരണഘടനാ ഭേദഗതിയാണ്. 100ാം ഭരണഘടനാ ഭേദഗതിയാണ് എന്ന് പറയുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് പ്രദേശ സംയോജനം ഏതാണ്? 100ാം ഭരണഘടനാ ഭേദഗതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചിരിക്കുന്നത്. പാർട്ട് 1 ആണ്. ഇതിൽ നിന്ന് ചോദ്യം ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അത് വ്യക്തമായി എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. പാർട്ട് 2, പാർട്ട് 3 അടുത്ത 2 പാർട്ടുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയി തീർക്കും. റിവിഷൻ പിന്നെ നമ്മൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ബാക്കി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഏറ്റവും ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ എന്താണ് നമ്മുടെ ഈ ഒരു നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.